അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ രാവിലെ ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ഞാനിപ്പം ഈ ഒരു ബോട്ടിൽ വെള്ളം ഒരു ദിവസം ഒരു 3 പ്രാവശ്യമൊക്കെ കുടിക്കും. കാരണം ഇങ്ങനത്തെ കുപ്പിയാകുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാനൊരു ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ നീച്ചിക്കണം. ഇന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ നല്ല ജഗ്ഗ പോകുകയാണ്. അപ്പോൾ അമ്മൻ്റെ യൂണിഫോമൊക്കെ ഞാൻ അയൺ ചെയ്ത് വെക്കുകയാണോളൂ. മദ്രസ് പോകുമ്പോൾ യൂണിഫോം ഇട്ടിട്ടാണ് പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തിയാൽ മാറ്റാൻ നേരമില്ല. അപ്പോൾ അതിനേക്ക് സ്കൂളിൽ പോകുന്ന ടൈമായി. അപ്പം യൂണിഫോം ഇട്ടിട്ട് തന്നെയാണ് ഓള് മദ്രസക്ക് പോവല്. അങ്ങനെ അതൊക്കെ ഓള് മദ്രസ് പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് 7 മണിയാകുമ്പോഴത്തേക്ക് അയൺ ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനെ മദ്രസ കിട്ടുക നിൽക്കാതെ കോളേജിലേക്കും അമ്യുദ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നിപ്പാട്ടോ അങ്ങനെ എത്ര വരെ അപ്പോൾ ഇന്നൊരു വായനാദിനേനു. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ അമ്നുവിന് എന്താ പറയുക രാവിലെ തിരക്കിട്ടുകൊണ്ട് ഞാനൊരു ബാഡ്ജൊക്കെ ഉണ്ടാക്കി കൊടുത്തിക്കണേ. അങ്ങനെ അതൊക്കെ ഇട്ടതാ ഓള് സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്നുവിനാണെങ്കിൽ ലേറ്റ് ആയതിൻ്റെ ടെൻഷൻ നല്ലോണം നിൽക്കാണെങ്കിൽ അതൊരു പൊടി പോലും ഇല്ല. ഓനക്ക് കോളേജ് തുടങ്ങിയാലും കുറേ നേരം കഴിഞ്ഞിട്ട് ഓൻ അവിടെ എത്തുള്ളൂ. പക്ഷേ ഓൾക്ക് അങ്ങനെയല്ല, സ്കൂൾക്ക് കറക്റ്റ് ടൈമിൽ അവിടെ എത്തണം. ഇപ്പോൾ പിന്നെ മഴയൊക്കെ അതിനെക്കൊണ്ട് തന്നെ അമ്നുവിന് വലിയ തെളിച്ചൊന്നുമില്ല മുഖത്ത്. സ്കൂളിൽ പോകാൻ വലിയ മൂടൊന്നുമില്ല. നമ്മൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പോണത്. ഒക്കെ പോകണമെന്നൊന്നും വല്ലാണ്ടില്ല. അങ്ങനെ ഞാൻ ഔത്തെത്തി. അപ്പം തന്നെ തിരിച്ചു പോരും ഇങ്ങോട്ട് റൊട്ടേറ്റ് വന്നിക്കണേ. എന്താ വെച്ചാൽ അമ്നു സ്കൂളത്തെ ടാഗ് എടുക്കാൻ മറന്ന് അതിന് ഇമ്മ അവിടുന്ന് ചീത്ത പറഞ്ഞതിനാണ് ഈ കരിയണത് കേട്ടോ. അല്ലെങ്കിലേ ഇളിഞ്ഞിക്കാണ്. അപ്പോൾ ഈ ചീത്തം കൂടി കേൾക്കുമ്പോൾ ഒന്നും കൂടി ഇളിയല്ലോ. അന്ന് പിന്നെ ഇളിങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഓളെ ദേഷ്യം തീർക്കൽ. അങ്ങനെ ഓള് സ്കൂളിലേക്ക് പോയപ്പോൾ പിന്നെ നമ്മൾ ചായ കുടിക്കുകയാണ്. കാൽ ചായ, അത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുന്നുള്ളൊരു ചായ, നമ്മൾ കാൽ ചായ എന്നാണ് പറയുക. അങ്ങനെ ചായയും പിന്നെ പൊരിച്ചവത്തിരി, പഴംപൊരി, ബോണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ രാവിലെ മേടിച്ചുകൊണ്ട് തന്നെയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ അതിന് ബോണ്ട എടുക്കലുള്ളൂ. എനിക്ക് ബോണ്ടാണ് ഇഷ്ടം. അങ്ങനെ പിന്നെ നമ്മൾ അടിച്ചു വാലും തൊടിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വ്ളോഗ് എടുക്കണ കാര്യം പറ്റ മറന്നുപോയി. അങ്ങനെ ഞാൻ പിന്നെ വൈകുന്നേരം കേട്ടോ ബാക്കി വ്ളോഗ് എടുക്കുന്നത്. അമ്മ സ്കൂളിലേക്ക് കൂട്ടാൻ പോയപ്പോഴാണ് ഇന്ന് വ്ളോഗ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെയാണ് ഞാനും എൻ്റെ കാക്കിയും 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അന്നാണ് നമുക്ക് 5K സബ്സ്ക്രൈബേഴ്സ് ആയത്. അതായത് വീഡിയോ എടുക്കണം അന്നാണ് 5K സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം അവൾക്ക് കേക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പീസ് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് മേടിച്ചൊക്കെ വേണ്ടി നമ്മളൊരു ബേക്കറി വരെ പോയപ്പോൾ ഓള് പറഞ്ഞ്, അവിടെ എത്തിയപ്പോൾ ഓള് പറഞ്ഞു ഓക്കെ അത് വേണ്ട, ഓക്കെ കേക്ക് സ്റ്റുഡിയോ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും സാൻഡ്വിച്ചോ ബർഗറോ എന്തെങ്കിലും തിന്നണമെന്ന്. അമ്യൂസിനൊന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോകണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ഹറാം അതിനെക്കൊണ്ട് നമ്മൾ പോണില്ല. അപ്പോൾ ഗൈസ് അമ്യൂസിന് ഇത് മതി പറഞ്ഞ എന്താണ് ബർഗർ, നമുക്കൊരു ബർഗർ വാങ്ങാം. അങ്ങനെ നമ്മൾ ഇരുന്ന സീറ്റ് നമുക്ക് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോഴാണ് അപ്പുറത്തുള്ള സീറ്റത്തെ ആൾക്കാർ പോയത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഇരുന്ന്. അപ്പോൾ താഴത്ത് കാല് വെക്കാൻ ഞാനും ഓളും പൊരിഞ്ഞടി. അതിൻ്റെ ചിരിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മള് രമനാട്ടുകര അങ്ങാടി. ഇവിടെ തന്നെയാണ് സ്ഥലം. എന്താ പോളെ തപ്പനെ വേണ്ട ഇച്ചി നോക്കി കണക്ക് വേണ്ടി പറഞ്ഞു. നമ്മൾ ആദ്യം ഓർഡർ കൊടുത്തിക്കണ്. അതിനെക്കൊണ്ട് അത് വരുന്നത് വരെ വെയിറ്റ് ആക്കണം. അപ്പോൾ ഞാൻ ക്യാമറ എടുക്കണ കണ്ടപ്പോൾ മെനു എടുത്ത് വെറുതെ മറിച്ച് നോക്കാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. കാരണം സമയം എന്ന് പറഞ്ഞ സംഭവം പോകണമെന്നില്ല. അങ്ങനെ പിന്നെ അമ്നുവിനാണെങ്കിൽ വിശന്നിട്ട് ഭ്രാന്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ചോറ് തിന്നതല്ലേ, പിന്നെ ഓരോന്നും തിന്നൂലല്ലോ. അപ്പം കാത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ആകപ്പാടൊരു ഇടങ്ങാറ്. ഞാൻ ഓർഡർ ചെയ്തത് നമുക്കില്ലേ യൂട്യൂബിൽ 5K സബ്സ്ക്രൈബേഴ്സ് ആയി ഇന്ന്. ആ കാര്യം എന്നായി അപ്പോൾ കാണിച്ചു തരാം. അപ്പം ഇല്ലേ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ ആണല്ലോ നമ്മളെ ചാനലിൻ്റെ പേരെൻ്റെ പേരല്ലേ. എന്തേ ആദ്യം പറഞ്ഞ എന്താ കാട്ടിത്തരാ. അപ്പോൾ ഇതാണ് അമ്നുവിൻ്റെ യൂണിഫോം. അമ്നുവിന് ചുരിദാറൊക്കെ ആയി. ഇപ്പോൾ സ്കൂളിൽ വലിയ പെൺകുട്ടിയൊക്കെ ആയി. UP-യിലേക്ക് എത്തിയില്ലേ. പക്ഷെ അതിൻ്റെ സ്റ്റൈലാക്കലൊന്നും ഇല്ല കേട്ടോ എൻ്റെ കുട്ടിക്ക്. പോക്കറ്റ് കൈ കിട്ടിട്ട് ഞാൻ നടക്കുന്നുണ്ട്. അത്ര ഗൈസ് ഇവിടെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ രമനാട്ടനാണ്. ഈ മാളുടെ പേരെന്താ? സൂരഭി.
ഗൈസ് നമ്മൾ കുറെ നേരം കാത്തുകിട ദേഷ്യം പിടിക്കണ്ടല്ലേ? അതൊരു കിലോ, ഇതൊരു കിലോ, ആ 500 കിലോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ട് നമ്മൾ ക്ലബ് സാൻഡ്വിച്ച് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ 4 ഉണ്ടല്ലോ, അപ്പോൾ അതാ ഒന്ന് തമ്മിൽ തിന്നാട്ടോ, 3 ഇതിലുള്ളത്. എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും നോക്ക് നേരമില്ലേനു. അങ്ങനെ നമ്മൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൊത്തം ട്രെൻഡ് ഈ ഒരു ഫുഡ് ചലഞ്ചാണല്ലോ. നമ്മൾ ഓരോരുത്തർ പുറത്ത് നമ്മളെ കാണുമ്പോഴൊക്കെ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വന്നിട്ട് ഫുഡ് ചലഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ എന്നോട് പറയുകയാണെങ്കിൽ ഒന്ന് എന്നോട് ചോദിക്കുന്നുള്ളത് ഇനി എടുക്കുന്നുണ്ടോയെന്ന്. അങ്ങനെ ചോദിച്ചപ്പം ഉള്ളൊരു അഭിനയമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. കണ്ടോ, ഭയങ്കര മാഞ്ഞാളാണ്. ഇപ്പം ഈ റീൽസും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര മാഞ്ഞാളം കുടിക്കണ്. അപ്പം അമ്യൂസിന് ഇങ്ങനെ ബാത്റൂമിൽ പോകണം പറഞ്ഞപ്പോൾ ഞാൻ ബാത്റൂമിലേക്ക് വിട്ടു. എനിക്കിപ്പോൾ ആകെ കുറവാണ് ഈ പുറത്തുനിന്നൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എനിക്ക് ആകെ ഒരു ചമ്മലാണ്. അതാണ് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തത്. ഇതാണ് സംഭവം. ഓരോരുത്തരിങ്ങനെ നമ്മൾ ക്യാമറ എടുത്ത് വരുന്നത് കാണുമ്പോഴത്തേക്ക് നമ്മൾ മുഖത്തേക്ക് നോക്കും. അപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആകെപ്പാടൊരു കുറവ്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ എത്തണ വഴിക്ക് ഓക്കാണെങ്കിൽ സാൻഡ്വിച്ചൊക്കെ തിന്ന ക്ഷീണത്തിൽ ബാഗ്, എൻ്റെ കനില്ലാത്ത ബാഗ് ഓളിട്ടിട്ട് ഉളക്കാനുള്ള ബാഗ് എനിക്കാൻ നിൽക്കണം. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷം രാത്രി ഈ ഒരു ട്രെൻഡും ചെയ്ത് വയ്ക്കുന്നു. ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡ്. പിന്നെ നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കൽ വളരെ കുറവാണ്. ഇടയ്ക്ക് മാത്രമേ വ്ളോഗ് എടുക്കലുള്ളൂ. ഷോർട്സാണ് മെയിൻ. അപ്പോൾ അതിനെക്കൊണ്ട് വ്ളോഗ് എടുക്കണമെങ്കിൽ നമ്മുടെ വ്ളോഗിൽ എന്തെങ്കിലും ഇനി മാറ്റണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത വ്ളോഗ് മുതൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.